പ്രളയങ്ങൾ കാണാനും ആ കര കവിഞ്ഞൊഴുകുന്ന പുഴകൾ കാണാനും ആളുകൾ ഉരുൾപൊട്ടലുകൾ കാണാനും ഒക്കെ പിന്നെ ഫോണും ക്യാമറയും എടുത്ത് അതല്ലെങ്കിൽ വാഹനമെടുത്ത് യാത്ര ചെയ്ത് അവിടെ പോയി അതെല്ലാം എൻജോയ് ചെയ്യുകയാണോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സമീപനം. ഡിസാസ്റ്റർ ടൂറിസം പുതിയൊരു ടൈം. ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം. പക്ഷേ അതുപോലും മനസ്സിലാക്കാതെ ഒരു വെറുതെ അനാവശ്യമായ ഒരു ബൈനറി ഉണ്ടാക്കി ആ രൂപത്തിൽ അന്നൊരു കമൻ്റ് ഇട്ടിരുന്നു. ആ ശാസ്ത്രം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിനെ തുടർന്ന് മഴ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നത് വലിയൊരാശ്വാസമാണ്. പലതരത്തിലുള്ള ചൂട് മാത്രമല്ല, വെള്ളപ്രശ്നവും വൈദ്യുതി ഉൾപ്പെടെയുള്ള മേഖലകളിലെ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഴ നമുക്കൊരനുഗ്രഹമാണ് എന്ന ഒരു ബോധ്യം ആ സമയത്ത് നന്നായി നമുക്കുണ്ടാവും. പറയുന്നത് വെള്ളമില്ലാതെ ഇവിടെ മനുഷ്യന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് പരിഹാരമായി അള്ളാഹു ഈ ഭൂമിയിലേക്ക് നൽകുന്ന റബ്ബിൻ്റെ അതിവിശാലമായ അനുഗ്രഹമാണ് മഴ. അതുകൊണ്ട് മഴ തന്നെ കെടുതിയാണ് എന്ന ധാരണ ഒരിക്കലും ആളുകൾക്കുണ്ടാകാൻ പാടില്ല എന്നാണ് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തത്, കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണുക എന്നത് പലപ്പോഴും ആളുകൾക്ക് സാധിക്കുന്നില്ല. ഒരു ഭാഗത്ത് ഇതിനെ പെരുപ്പിച്ച് അവതരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ മീഡിയകളിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രശ്നങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, വാർത്താ ചാനലുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാര്യങ്ങളെ അമിതമാക്കി വലിച്ചു നീട്ടി പെരുപ്പിച്ച് അവതരിപ്പിക്കുന്ന ഒരു രീതി ഇവിടെയുണ്ട്. കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണാനും വസ്തുതകളെ മാത്രം ആളുകളിലേക്ക് എത്തിക്കുവാനും ആളുകൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും വേണ്ടി പൊതുവിൽ പൊതുസമൂഹവും മാധ്യമങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തൊരു ഭാഗം, ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയി കാണുന്ന ഈ പ്രശ്നങ്ങളെയെല്ലാം ഒരു വിനോദത്തിൻ്റെ വഴിയായി കാണുന്ന കുറച്ച് ആളുകളെ സമൂഹത്തിൽ നമ്മൾ കാണുന്നു എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു സംഗതിയാണ്. അതായത് ഈ പ്രളയങ്ങൾ കാണാനും ആ കര കവിഞ്ഞൊഴുകുന്ന പുഴകൾ കാണാനും ആളുകൾ ഉരുൾപൊട്ടലുകൾ കാണാനും ഒക്കെ പിന്നെ ഫോണും ക്യാമറയും എടുത്ത് അതല്ലെങ്കിൽ വാഹനമെടുത്ത് യാത്ര ചെയ്ത് അവിടെ പോയി അതെല്ലാം എൻജോയ് ചെയ്യുകയാണോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സമീപനം. ഡിസാസ്റ്റർ ടൂറിസം പുതിയൊരു ടൈം. ആ ഒരു തലത്തിലേക്ക് ആളുകൾ ഈ കാര്യങ്ങളെ എടുക്കുന്നു എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. പറയുന്നത് ഈ സ്പോട്ട്ലൈറ്റ് കേൾക്കുന്ന ഓരോ ആളുകളെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു സമീപനം ഉണ്ടാവുകയില്ല എന്നത് ഉറച്ച ഒരു തീരുമാനമെടുക്കേണ്ട, പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സംഗതിയാണ്. ഈ കണ്ടൻറ് ക്രിയേറ്റർമാർ ഇതൊരു അവസരമായിട്ടാണ് എടുക്കുന്നത്. തങ്ങളുടെ പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ എന്ത് പോസ്റ്റ് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഇതും ഒരവസരമാക്കിയെടുത്ത് വ്യൂവർഷിപ്പ് കൂട്ടാനും റവന്യൂ വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള മാർഗമാക്കി ഇതിനെയും എടുക്കുന്ന വളരെ തരം താഴ്ന്ന നിലവാരത്തിലേക്ക് ആളുകൾ മാറുന്നു എന്നുള്ളതും വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. മറ്റൊന്ന്, പൊതുസമൂഹം വലിയൊരു വിഭാഗം ആളുകൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നു. ഇപ്പോൾ സ്കൂളുകൾ, ഇന്നിപ്പോൾ സ്കൂളിൽ മിക്കവാറും ജില്ലകളിലേക്ക് എനിക്കൊണ്ട് 10-11 ജില്ലകളിൽ സ്കൂൾ ഇന്ന് അവധിയാണ്. നാളെയും കുറച്ച് ജില്ലകളിൽ സ്കൂൾ അവധി. നിലവിൽ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലയിലെ ചില താലൂക്കുകളിലൊക്കെ അവധി പ്രഖ്യാപിച്ചതായി ഇപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ വാർത്ത കാണാൻ സാധിച്ചു. എന്തിനാണ് അവധി പ്രഖ്യാപിക്കുന്നത്? ഇത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ളതല്ല. കുട്ടികൾ വെള്ളക്കെട്ടുകളുടെ പരിസരങ്ങളിലൂടെ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓരോ ജീവൻ്റെയും വില എന്ന് പറയുന്നത് നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത അത്ര വലുതാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഉള്ള അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളെ ലംഘിക്കുന്നു. എന്നിട്ട് അപകടം സ്വയം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വന്ന കുറേ വീഡിയോ ക്ലിപ്പിങ്സ് ഒരുപക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വെള്ളം ഒഴുകി വരുമ്പോൾ അതിലൂടെ ഒഴുകി വരുന്ന ഒരു തേങ്ങ എടുക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങിയ ആൾ വെള്ളത്തിലൂടെ ഒഴുകിപ്പോവാണ്, ഒരു തേങ്ങയ്ക്ക് വേണ്ടി. വേറൊരു വീഡിയോ കാണുന്നുണ്ടായി, കേരളത്തിൽ നിന്നാണോന്ന് അറിയില്ല. വെള്ളം ഒഴുകുന്ന റോഡിലൂടെ വെള്ളം ഒഴുകി പോകുന്നു. 2 ചെറുപ്പക്കാർ അതിലൂടെ ബൈക്ക് ഓടിച്ച് അത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അവർ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നു, ബൈക്ക് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അവസാനം അവർ പതുക്കെ കയറിപ്പോരും. പക്ഷേ ഇരുചക്ര വാഹനം വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. ആ ജീവൻ രക്ഷപ്പെട്ടു, ആ വാഹനം നഷ്ടപ്പെട്ടു. ഇങ്ങനെ ധാരാളം. ഒരു കുടുംബം തോട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു.
ഇവർ വെള്ളത്തിലിറങ്ങി കളിക്കുന്നത് കണ്ട് കുട്ടി തോട്ടിലേക്ക് എടുത്തു ചാടുന്നു, കുഞ്ഞൊലിച്ചു പോയി, അതിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പറയുന്നത് ഒരു ചെറിയ 1 രൂപയുടെ ലാഭത്തിന് വേണ്ടി ഒരു ജീവൻ കളയുന്ന വിഡ്ഢികളായി നമ്മൾ മലയാളികൾ, സമൂഹം, മനുഷ്യരാരും മാറാൻ പാടില്ല. ഒരു മിനിറ്റിൻ്റെ ലാഭത്തിന് വേണ്ടി ഒരു ആയുസ് നഷ്ടപ്പെടുത്തുന്ന മഹാവിഡ്ഢിത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്നത്, ഒരു തേങ്ങ എടുക്കാൻ വേണ്ടി ഒരു ജീവൻ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് എന്തുമാത്രം വലിയ അബദ്ധമാണ്. അപ്പോൾ വെള്ളക്കെട്ടിൻ്റെ പരിസരങ്ങളിലേക്ക് പോകാൻ പാടില്ല. പുഴകളിൽ അതിശക്തമായ ഒഴുക്കുള്ള സമയമാണ്, കുട്ടികൾ കുളിക്കാൻ ഇറങ്ങാൻ പാടില്ല. എല്ലാ കുളങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ്, കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല എന്ന നിർദ്ദേശം വന്നാൽ അത് പാലിക്കണം. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, അത് കുട്ടികൾ ശ്രദ്ധിക്കണം, അത് മുതിർന്നവർ ശ്രദ്ധിക്കണം. ഇത് ആഘോഷമാക്കുകയും അവിടെ വാഹനങ്ങളെടുത്ത് യാത്ര പോയി ഇത്തരം പുഴകൾ കണ്ട് ആസ്വദിക്കുന്ന, എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മ, എനിക്ക് പരിചയമുള്ളൊരു കുട്ടി ഈ ജൂൺ മാസത്തിൽ നിറഞ്ഞ് ഒഴുകുന്ന പുഴയിലേക്ക് ചാടി അവൻ്റെ 15 വയസ്സുള്ളൊരു കുട്ടിയുടെ മരണമുണ്ടായി. അതിപ്പോൾ ബോധപൂർവം ചെയ്തതാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇത് വളരെ അപകടം നിറഞ്ഞ മേഖലയാണ്. അവിടെ എന്തൊരു ജാഗ്രതാ നിർദ്ദേശമാണോ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത് അത് പൂർണ്ണമായും പാലിക്കാൻ സമൂഹം തയ്യാറാകണം എന്നാണ് അതുമായി പിന്നെ ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേറൊന്ന്, പ്രശ്നബാധിതരായ ആളുകളെ സഹായിക്കുക എന്നത് ഈ സമയത്തൊരു ദൗത്യമായി ഓരോ മനുഷ്യനും ഏറ്റെടുക്കണം. അത് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയും, ശാരീരികമായി സഹായിക്കാൻ കഴിയും, പല നിലക്കും സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഷമീൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈരാറ്റുപേട്ടയിലെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് അവിടെ വെള്ളം കയറിയ വീടുകളൊക്കെ, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് പോയി കണ്ടു. അപ്പോൾ വീടുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, മുഴുവൻ ഭക്ഷണ സാമഗ്രികളും നഷ്ടപ്പെട്ട ആളുകളുണ്ട്, വീടുകളിലേക്ക് മാറി തിരിച്ച് താമസിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുള്ള ആളുകളുണ്ട്. നിരവധി പ്രശ്നങ്ങൾ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു പ്രദേശത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടുത്തെ 7 കിണറുകളുണ്ട് ഈ ഒരു 5-6 വീടുകളിലായിട്ട്. ഒരു കിണറിലെ വെള്ളം പോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വയ്യ. 1 ചെളി വെള്ളമാണ്, 2 അവർ അതിൻ്റെ പരിസരത്തൊക്കെ ചില ചെറിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉപയോഗിക്കുന്ന മെഷീനറികളിൽ നിന്നും അവിടെ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന അതൊക്കെ ആയിട്ടുള്ള ഓയിലുകൾ ഈ കിണറുകളിലേക്കായി. ഒരുപക്ഷെ 1-2 തവണ വെള്ളം പൂർണ്ണമായി വറ്റിച്ച് കളഞ്ഞാൽ പോലും കുടിവെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്, അതായത് സ്വന്തം വീട്ടുമുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന കിണറുണ്ടായിട്ടും ഒരിറക്ക് വെള്ളം കുടിക്കാനില്ലാത്ത അവസ്ഥ അവിടുത്തെ ആളുകൾക്കുണ്ട്. ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ആളുകൾക്കുണ്ട്. ഞാൻ പറയുന്നത്, അത്തരം ആളുകളെ സഹായിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണം. എല്ലാവരും തയ്യാറാകേണ്ട, സന്നദ്ധരാകേണ്ട ഒരു സമയമാണിത്. മറ്റൊന്ന്, ഒരുപക്ഷെ നേരിട്ട് പ്രളയം ബാധിക്കാത്ത സ്ഥലങ്ങളുണ്ടാകും, എന്നാൽ അവിടെയും സഹായം അർഹിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ വീടുകളൊക്കെ കടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഒരു പക്ഷേ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്കിപ്പോൾ മീൻ പിടിക്കാൻ പോകാൻ കഴിയില്ല. അവരുടെ ഭക്ഷണത്തിൻ്റെ വഴി എന്താണ്? ഇങ്ങനെ കടലോരങ്ങളിൽ താമസിക്കുന്നവർ മാത്രമല്ല, അല്ലാത്തിടത്തും ജോലിക്ക് പോകാൻ കഴിയാത്തവർ, ജോലിക്ക് പോകാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല, പക്ഷെ അവർ ജോലി ചെയ്യേണ്ട ഇടം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, അവിടെ ജോലിയെടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം ആളുകളെയും, എന്ന് പറഞ്ഞാൽ പ്രളയമോ മഴയോ നേരിട്ട് അഫക്റ്റ് ചെയ്യാത്ത, എന്നാൽ ഇതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന, വീട്ടിനകത്ത് പട്ടിണിയിൽ കഴിയേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരെ അന്വേഷിക്കാനും കണ്ടെത്താനും കഴിയണം. എൻ്റെ നാട്ടിൽ പ്രളയമില്ല, ഇവിടെ വെള്ളം കയറൂല എന്ന് പറഞ്ഞാലും അവിടെയും സഹായമർഹിക്കുന്ന ആളുകളുണ്ടാകും. അവരെ കണ്ടെത്താനും സഹായിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിന്നൊന്ന്, ഈ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും തീരുമാനങ്ങളും നയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്, മീഡിയ പറയുന്നിടത്തും സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്നിടത്തുമാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പലപ്പോഴും നിൽക്കുന്നത്. അത് പോളിസി സ്വീകരിക്കാനുള്ള, നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മാനദണ്ഡമായി മാറുന്നു. നമ്മൾ അവസാനം കണ്ടത് ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ്. ഫൈനലിൻ്റെ അടുത്ത ദിവസം സ്കൂൾ വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത് സോഷ്യൽ മീഡിയയിൽ 10 ആൾ പോസ്റ്റ് ഇട്ടപ്പോഴാണ്. 4 ആളുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാൽ മുട്ടുപറക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു ഗവൺമെൻറ് അവരുടെ നയം സ്വീകരിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ഇത് എങ്ങോട്ടാ പോവാം? അതേ അവസ്ഥ ഇത്തരം കാര്യങ്ങളിലൊക്കെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്താണോ ട്രെൻഡായി നിൽക്കുന്നത്, വാർത്തകളിൽ എന്താണോ കൂടുതൽ ഇടം പിടിക്കുന്നത്, അതിനനുസരിച്ചാണ് നയം സ്വീകരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, ചില പ്രദേശങ്ങളിൽ ചില പ്രത്യേക ആളുകൾ ആ നിലക്ക് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാൻ വേണ്ടി, അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഹൈപ്പ് കൊടുക്കുന്നു.
ആളുകളുടെ മൊത്തം ശ്രദ്ധ അവിടേക്ക് വരുന്നു. അവിടേക്ക് വലിയ രൂപത്തിലുള്ള സഹായ പ്രവാഹങ്ങളുണ്ടാകുന്നു. അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. ഞാൻ ഈരാറ്റുപേട്ടയിൽ ഇന്നലെ പോയപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയൊരു സംഗതി, മാധ്യമങ്ങളിൽ ഈരാറ്റുപേട്ടയുടെ പൂർണ്ണമായ ചിത്രം വന്നിട്ടില്ല എന്നതാണ്. കോടികളുടെ നഷ്ടമാണ് ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടുള്ളത്. അത് വേഗത്തിൽ മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. 2018 കഴിഞ്ഞൊരു 4-5 പതിറ്റാണ്ടിനിടയിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രളയം. എന്നാൽ 2018 വെള്ളം കയറിയതിനേക്കാൾ കൂടുതൽ വെള്ളം ഈരാറ്റുപേട്ടയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം വന്നു 2018. ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച പുലർച്ചയോടുകൂടി ഉണ്ടായ വെള്ളം ശനിയാഴ്ച പുലർച്ചയോടെ വെള്ളം കയറിയപ്പോൾ അതിനേക്കാൾ 4-5 അടി അധികം ഉയരത്തിൽ വെള്ളമുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഭീകരമായ നഷ്ടമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് വെള്ളം വന്നപ്പോൾ വീടുകളിലെ ഇലക്ട്രിക്കൽ വയറിംഗ് എല്ലാം കൊളാപ്സായിപ്പോയി. അവിടുത്തെ എല്ലാ ഗൃഹോപകരണങ്ങളും കേടുവന്നു. ഫ്രിഡ്ജ്, മിക്സി, പിന്നെ വാഷിംഗ് മെഷീൻ, മറ്റു ഫാനുകൾ, മറ്റു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, കിണറിനകത്തുള്ള മോട്ടോർ പമ്പ് സെറ്റുകൾ എല്ലാം കേടുവന്ന് കിടക്കുകയാണ്. വീട് താമസിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ നിന്ന് ചെളി വാരിയെടുക്കേണ്ട അവസ്ഥയാണ്. പല വീടുകളും അതിൻ്റെ അടിത്തറ, മുനിസിപ്പാലിറ്റി ചെയർമാനുമായി സംസാരിച്ച് 80ഓളം വീടുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ, അതിൻ്റെ അടിത്തറ ഇളകി കിടക്കുകയാണ്. വെള്ളമിറങ്ങി പൂർണ്ണമായും എല്ലാം ക്ലീൻ ചെയ്താലും ആളുകൾക്ക് സുരക്ഷിതമായി അവിടെ താമസിക്കാൻ കഴിയുമോ എന്നുറപ്പില്ല. 100 കണക്കിന് വീടുകളിലാണ് 6 അടിക്ക് മുകളിൽ വെള്ളം എത്തിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനായും വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ രാത്രി 12 മണിയോടുകൂടി അവിടെ വെള്ളം കയറി തുടങ്ങി. 4 മണിയോടുകൂടിയാണ് അതിൻ്റെ പീക്കിലെത്തിയത്. പിന്നെ മഴ നിന്നു, പതുക്കെ വെള്ളം കുറഞ്ഞു. ഒരു 10 മണി 11 മണിയോടുകൂടി മിക്കവാറും വെള്ളം ഇറങ്ങി. മാധ്യമങ്ങൾ സജീവമാകുന്നതിന് മുമ്പ് വെള്ളം ഇറങ്ങിപ്പോയത് കൊണ്ടാണോ അത് ചർച്ചയാകാതെ പോയതെന്ന് എനിക്ക് വ്യക്തിപരമായി ഞാനിങ്ങനെ ചിന്തിച്ചു. എന്തായിരുന്നാലും വലിയ പ്രതിസന്ധി അവിടെയുണ്ട്. അവിടുത്തെ ഈ മലഞ്ചരക്ക് വ്യാപാരം എന്നുള്ളത് ഒരു പ്രധാന കച്ചവടമാണ്. അവിടുത്തെ ഈരാറ്റുപേട്ട അങ്ങാടി എന്ന് പറയുന്നത് ഒരു ലൈന് മുഴുവൻ ഇത്തരം കടക്കാരാണ്. അവിടങ്ങളിലെല്ലാം വെള്ളം കയറി നല്ല വിലപിടിപ്പുള്ള കുരുമുളക്, ജാതിപത്രി പോലുള്ളതിനൊക്കെ വളരെ വിലപിടിപ്പുള്ളതാണ്. കാപ്പി, അതുപോലെ തന്നെ ഇഞ്ചി, ചുക്ക്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഓരോ ചെറിയ റൂമിൽ പോയാലും അവിടെ നമുക്ക് 20-30 ലക്ഷം രൂപയുടെ നഷ്ടമാണ് അവർക്ക് വന്നിട്ടുള്ളത്. ഒക്കെ നനഞ്ഞ് കിടക്കുകയാണ്. ഉണക്കിയെടുക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. വലിയ ഫർണിച്ചർ ഷോറൂമുകൾ മുഴുവൻ ഒലിച്ചുപോയി. അതിനകത്തേക്ക് വെള്ളം കയറി അതിൻ്റെ ഗ്ലാസ് പൊട്ടി, അതിനകത്തുള്ളതെല്ലാം ഒഴുകിപ്പോയി. വലിയ സൂപ്പർ മാർക്കറ്റുകൾ, വലിയ നഷ്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നില്ല. മാധ്യമങ്ങളിലൂടെ പുറത്തു വരാത്തത് കൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അതിൻ്റെ ആ അളവിലുണ്ടോ നമുക്കറിയില്ല. ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഒരു ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിക്കാൻ മാത്രം പ്രശ്നമുള്ള ഒരു സ്ഥലമാണത്. ആ നിലക്ക് അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, മാധ്യമങ്ങളിൽ കാണുന്നതും സോഷ്യൽ മീഡിയയിൽ കാണുന്നതും അനുസരിച്ചല്ല ഗവൺമെൻറ്റുകളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമൊന്നും ഇത്തരം വിഷയങ്ങളിൽ നയം സ്വീകരിക്കേണ്ടതും സഹായങ്ങൾ നൽകേണ്ടതും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, ഡോക്ടർ അബ്ദുള്ള ഫാസിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഓരോ വർഷവും ഇങ്ങനെ ഈ കാലവർഷം വരുമ്പോൾ ഇതേ ആശങ്കകൾ വരുന്നു. ചിലത് ഇതുപോലെ യാഥാർത്ഥ്യമായി കെടുതികൾ ഉണ്ടാകുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണോ, അതോ നമ്മുടെ കാലാവസ്ഥയും മറ്റുമൊക്കെ ഈ നിലക്ക് 1-2 മഴ പെയ്യുമ്പോഴേക്ക് കെടുതികളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടോ? ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയെ പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാക്കാറുണ്ട്. പല തരത്തിൽ അതിനെക്കുറിച്ച് വാർണിങ്സ് കൊടുക്കാറുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഈ ഒരു കാര്യമാണ്, അതായത് ദുരന്തം വന്നു അതിൻ്റെ നിവാരണത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലുള്ള ജനങ്ങൾ ആ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മുന്നിലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ദുരന്തം വന്നതിന് ശേഷം നിവാരണം ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് അതിനെ മുൻകൂട്ടി കാണുക എന്നുള്ളതും അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളിടത്തും ഉള്ള ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നുള്ളത് ശരിക്കും
ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ എവിടെയും വീട് വെക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ അങ്ങനെ വേർതിരിച്ചിട്ടില്ല, അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റാത്തത് എവിടെയാണ് എന്ന രൂപത്തിൽ വേർതിരിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ വീടുകളിലേക്ക് വെള്ളം കയറുക, അതുപോലെ തന്നെ മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴെങ്കിലും ഒരു ലോങ് ടേമിലേക്ക് കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ പോലും പരമാവധി നഷ്ടങ്ങൾ കുറക്കാനുള്ള മെഷേഴ്സ്, അത് ഏത് ഗവൺമെൻറ് എന്നുള്ളതിനപ്പുറത്ത് അത് പൊതുവായി സിസ്റ്റമാറ്റിക്കായി അതിന് എന്തെങ്കിലും വഴികളുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2018 ശേഷമാണ് എല്ലാ വർഷവും പ്രളയത്തെ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത് നമ്മുടെ ഇപ്പം ഹൈവേ വരുന്നു, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ചർച്ചകൾ നമ്മൾ കാണുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ അതിനെ കൺസിഡർ ചെയ്യാത്ത രൂപത്തിലുള്ള വികസനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ പല ടൗൺസും ഒരു രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. അതിനൊക്കെ ആ നിലക്കുള്ള ഒരു സിസ്റ്റം ശരിക്കും കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാ വർഷവും ഇങ്ങനെ അല്ലെങ്കിൽ 2 ദിവസം മഴ പെയ്താൽ അപ്പം തന്നെ ഫ്ലഡ് പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ദുരന്തങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിൻ്റെ കെടുതികൾ ഉണ്ടാവുക എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി ഒരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പുരോഗമിച്ചിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഭൗതികമായ വളരെയധികം വികസനങ്ങളുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്പെയിനിലും ഫ്രാൻസിലും ഒക്കെ ഈ പിന്നെ കാട്ടുതീയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ വർഷമാണ് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള വർഷമാണ് അമേരിക്കയിൽ വളരെ കോടികളുടെ നഷ്ടം നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഭൗതികമായ സംവിധാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഇത്തരം ദുരന്തങ്ങളെ മനുഷ്യന് തടയുന്നതിൽ പരിമിതികളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അവിടെ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു നിസ്സാരത തന്നെയാണ് അവിടെ ബോധ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അവിടെ മനുഷ്യൻ എന്തൊക്കെ തന്നെ ഭൗതിക സംവിധാനങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, എത്ര തന്നെ ശാസ്ത്രീയമായി പുരോഗമിച്ചെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില അവസ്ഥകൾ കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഇത് എനിക്ക് ഓർമ്മ വരുന്നത് 2018 കേരളം വിറങ്ങലിച്ച ഒരു പ്രളയം ഉണ്ടായിട്ടുള്ളത്. 2018 ഈ മഴ തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ടും കാലാവസ്ഥാ പ്രവചനവും കാര്യങ്ങളൊക്കെ കുറച്ചൊരു പ്രശ്നമുണ്ട് എന്ന രൂപത്തിലേക്ക് വരുമല്ലോ. അപ്പം കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഒരു നിർദ്ദേശം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം, ജാഗ്രത വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വന്നൊരു കമൻറ്റും അതിന് തിരിച്ചുള്ളൊരു കമൻറ്റും എനിക്ക് ഇപ്പോഴും ഓർമ്മ വരികയാണ്. അതിലുള്ള കമൻറ്റ് എന്താ ചോദിച്ചാൽ, പിന്നെ ഗോഡ് പ്രൊട്ടക്റ്റസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ രൂപത്തിൽ ഒരു ക്രിസ്ത്യൻ ഐഡിയ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ദൈവം രക്ഷിക്കട്ടെ എല്ലാവരും എന്ന് പറഞ്ഞു ഏതൊരു മനുഷ്യനും അവന് ആ സമയത്ത് തോന്നുന്ന ഒരു പ്രതികരണം എന്നുള്ള നിലക്ക് എഴുതുന്നതാണ്. അവിടെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഔദ്യോഗികമായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് അന്ന് 2018 വന്നിട്ടുള്ള പിന്നെ കമൻറ്റ് എന്ന് പറയുന്നത് ഇൻ സയൻസ് വി ട്രസ്റ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ദൈവം സംരക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ അല്ല, ഞങ്ങൾക്ക് സയൻസ് ഉണ്ട് എന്ന ഒരു ഇതുണ്ടല്ലോ. നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം. പക്ഷേ അതുപോലും മനസ്സിലാക്കാതെ ഒരു വെറുതെ അനാവശ്യമായ ഒരു ബൈനറി ഉണ്ടാക്കി ആ രൂപത്തിൽ അന്നൊരു കമൻ്റ് ഇട്ടിരുന്നു. ആ ശാസ്ത്രം നമുക്കുണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം പിന്നെ നടന്നത് എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഇൻ സയൻസ് വി ട്രസ്റ്റ് എന്ന് പറയുകയും അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടത് അത്രമേൽ വലിയൊരു പ്രളയവും അതിൻ്റെ മുമ്പിൽ നിസ്സഹായരായി, അക്ഷരാർത്ഥത്തിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന മനുഷ്യരെയും നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ശാസ്ത്രീയമായ പുരോഗതികൾ ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിൽ ഭൗതികമായ പുരോഗതികൾ ഉണ്ടെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി നമ്മളെല്ലാം നിസ്സാരരാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ആ ഒരു വിനയം നമുക്ക് ഉണ്ടാകാൻ ഇത് നിമിത്തമാകേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് അതിനോടൊന്ന് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും കാലവർഷക്കെടുതി അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ പെട്ടെന്ന് തന്നെ ദൂരീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു. അവരെ സഹായിക്കുന്നതിൽ നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തതുപോലെ തന്നെ മുൻപന്തിയിൽ ഉണ്ടാകണം എന്നതുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്.